ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. സിംഗിൾ ഡോട്ടർ. ഓക്കെ, ജങ്കുക്ക് എപ്പോഴും അത് ഒരു ഐഡലാണ്. അതുമാത്രമല്ല ജങ്കുക്ക് മാരേജായി ഒരു ബേബി ഉണ്ട്. അതുമാത്രമല്ല ജങ്കുക്ക് വൈഫൊക്കെ ഡിവോഴ്സായി. ഇപ്പോൾ ബേബീനെ ജങ്കുക്ക് മാത്രം കെയറിങ് ചെയ്യാം. നമ്മളെ കഥാനായക ഹീറോയിൻ ഒരു ഡോക്ടറാണ്, ഇന്ത്യൻ ഗേളാണ്. ഹീറോയിൻ പറയാൻ തുടങ്ങി, മച്ചേ നമുക്ക് കുറേയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്ത് വരാം. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി, ഞാനൊന്നും വരില്ല പ്ലീസ്, എനിക്ക് വീനെ കാണണം. അങ്ങനെയായിട്ട് ഫ്രണ്ട് അതെ ആർമീസാണ്. അങ്ങനെയായിട്ട് ആർമീസ് അങ്ങനെ പറഞ്ഞ അതെ ജങ്കുക്ക് ഒരു ബിസിനസ് മാത്രമല്ല ഒരു ഐഡലാണ്. അങ്ങനെയായിട്ട് പറയായിരുന്നു, എടി നമുക്ക് കണ്ടുവരാം. അങ്ങനെയായിട്ട് ഹീറോയിൻ പറഞ്ഞു, നീ മാത്രം പോ. ഇല്ലടി അമ്മ നീ ഉണ്ടാ മാത്രം വിട്ടു എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി, അർജുനാണ്. ഹീറോയിൻ്റെ ചേട്ടൻ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ശരി ഓക്കെ എന്ന് ഹീറോയിൻ്റെ അമ്മ അച്ഛനെ വിട്ടുപോവാ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫ്ലൈറ്റ് കയറി അങ്ങനെ കുറേയൊക്കെ എത്തി. ഹീറോയിൻ ജോലിയായിട്ട് പറയാൻ തുടങ്ങിയതിന് ചേട്ടനൊക്കെ ഒരു ഹോസ്പിറ്റലും ഉണ്ടോ. അങ്ങനെ ചേട്ടന് ഹോസ്പിറ്റലില്ല, അങ്ങനെ ബിസിനസ് ഒരു കമ്പനി ഒരു ഡയറക്ടറാണ്. അതുമാത്രമല്ല ബിസിനസ് മാൻ. അതുമാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനാണ് ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്യുന്നത്. അതുമാത്രമല്ല ഹീറോയ്ക്ക് എന്നൊരു ചേട്ടനുണ്ട്, വില്ലേജ് ചേട്ടൻ രാഹുൽ ഹോസ്പിറ്റലിൻ്റെ MD ആണ്. അങ്ങനെയായിട്ട് ഹീറോയിൻ പറയുന്നത് ചേട്ടനോട്, ചേട്ടൻ ബിസിനസ് മാൻ. അതുമാത്രമല്ല ഹീറോയിൻ ചേട്ടനാണ് കൂടെ വരുന്നത്. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ ജോലിയിട്ട് എൻജോയ് ചെയ്തിട്ട് പാട്ട് പാടി പോവായിരുന്നു. അപ്പോൾ അതൊരു ആയതുകൊണ്ട് വയസ്സായി. അത് ജങ്കുക്കിന് അമ്മയായിരുന്നു. ജങ്കുക്ക് അമ്മ ബേബിന് സമാധാനമാക്കുന്നത്. ബേബി കയറിയാണ്. ഹീറോ അടുത്ത് വന്ന് സ്കിൻ മാം എന്ന് പറഞ്ഞു. ഹീറോയിൻ കേമും കുടിച്ചു. നല്ല ഗേളാണല്ലോ പറഞ്ഞത്. അങ്ങനെയായിട്ട് ഞാനൊരു ഡോക്ടറാണ്, നിങ്ങൾ വിഷമിക്കണേ, കുട്ടീനെ നോക്കിക്കോളാം എന്ന് ഹീറോയിൻ പറഞ്ഞു. ഹീറോയ്ക്ക് കുറേ ലാംഗ്വേജ് അറിയും. അത് ഫ്രണ്ടിക്ക് അറിയൂ. ഫ്രണ്ട് തോരച്ച് സംസാരിക്കുന്നില്ല. ഫ്രണ്ട് പഠിപ്പിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ റോസ് പഠിപ്പിച്ച് കൊടുത്തതന്നെ ഹീറോയിൻ ഹായ് ആൻറ്റി, എൻ്റെ പേര് ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ ജോലിയായിട്ട് പറയുന്നു, പ്രിയ എന്നിട്ട് ഹീറോയിൻ്റെ പേര് പ്രിയ. ഹീറോയിൻ പറഞ്ഞായിരുന്നു ഓക്കെ അമ്മ എന്ന് സമാധാനമാക്കിയിരുന്നു. ബേബി ഹീറോയിൻ്റെ അടുത്ത് വന്നാൽ കയറിയിട്ട് നിർത്തി. അങ്ങനെ ഹീറോയിനെ കെട്ടി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ക്യൂട്ടായിട്ടുണ്ട് പൊന്നിക്കുട്ടി. അങ്ങനെയായിട്ട് ഹീറോയിൻ പറഞ്ഞായിരുന്നു. ശരി അങ്ങനെ ഹീറോയിൻ ഫ്രണ്ടിനോട് പറഞ്ഞു. ഹീറോയിൻ വീട് നോക്കിയായിരുന്നു. കുട്ടി ക്യൂട്ടായിട്ടുണ്ടല്ലോ ബേബി എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ ഫ്രണ്ടിനെ കൂടി ഷോപ്പിംഗ് ചെയ്യാൻ വന്നായിരുന്നു. ജങ്കുക്ക് ബേബീനെ എടുത്തുകൊണ്ട് എത്തിക്കൊണ്ട് വന്നായിരുന്നു. ഹീറോയിൻ ഇങ്ങനെ സാധാരണ ഷോപ്പ് ചെയ്യുമ്പോൾ മച്ചി ഞാനിത് മേങ്ങ ചോക്ലേറ്റ് എന്ന് പറഞ്ഞായിരുന്നു. ബേബി ഞാൻ സൗണ്ട് ആക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്നെ ബേബി സൗണ്ട് കേട്ടത് വോയിസ് കേട്ടത് സൗണ്ട് ഹീറോ യഥാർത്ഥ നോക്കും ബേബിനുണ്ട്. നീയാ എന്ന് പറഞ്ഞ ഹീറോയിൻ ഷോക്കായിരുന്നു. സ്കിമി എന്ന് ഹീറോയിൻ പറഞ്ഞു വന്നു. അങ്ങനെ ജങ്കുക്ക് തിരിഞ്ഞു ഹീറോയിനെ നോക്കി ബേബി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിനെ കാണുമ്പോൾ തുള്ളാൻ തുടങ്ങി ഹീറോയുടെ അത്. ജങ്കുക്ക് ഷോക്കായി. ഇതുവരെ ആരെ കൊണ്ട് പോയിട്ടില്ല. നിങ്ങളെ ബേബിയാണോ? നിങ്ങളെ അമ്മേൻ്റെ കൂടെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്കോട് നിങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു. ജങ്കുക്ക് ശരി ഓക്കെ എന്ന് എടുത്തു വാ ബേബി. സാർ നിങ്ങൾ എടുത്തോ, എനിക്കറിയണം എന്ന് പറഞ്ഞു. ജങ്കുക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തമ്പിക്കലായിരുന്നു, നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ജങ്കുക്ക് നോക്കിയിട്ട് അങ്ങനെ ബേബി ജങ്കുക്ക് അമ്മയെ വന്ന് പറഞ്ഞു. ജങ്കുക്ക് മമ്മി വന്നിട്ടുണ്ടായിരുന്നു. നീ അവളോട് കൊടുറ എന്ന് പറഞ്ഞു. ജങ്കുക്ക് ഒരു അമ്മ പുറകിലുണ്ടായിരുന്നു. കൊടുറ ഇനിയിപ്പോൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. ജങ്കുക്ക് നോക്കുമായിരുന്നു. ബേബി എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ഇതുവരെ ആരെ കൂടെ പോയില്ലേ. ജങ്കുക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജങ്കുക്ക് ഫോൺ നമ്പർ വാങ്ങിയാണ്. ID ഫേസ്ബുക്ക് ID നമ്പർ വാങ്ങിയായിരുന്നു. ബായായിരുന്നു. കുറച്ച് നാൾ ജങ്കുക്ക് മമ്മിയും കൂടെ കറങ്ങി പ്ലേസിൽ. അങ്ങനെ ഹീറോയിൻ ഇന്ത്യക്ക് പോയി. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറയാൻ തുടങ്ങി. അങ്ങനെ ഇതേപോലെ ചേട്ടനൊക്കെ മാരേജായി. മാരേജായി 2 കുട്ടികളുണ്ട്. രാഹുൽക്ക് അർജുൻക്കും ഹീറോയ്ക്ക് മാരേജ് പ്ലാൻ ചെയ്യുന്നു. ഹീറോയിൻ പറഞ്ഞു മോം എനിക്കിപ്പോൾ മാരേജ് ഒന്നും വേണ്ട പറഞ്ഞേക്ക്. അങ്ങനെ അർജുൻ പറയാൻ തുടങ്ങി മാരേജ് അയച്ചിട്ട് വേറെ ഇല്ല പോയി ചേട്ടാ. അങ്ങനെ കരഞ്ഞിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ ഫാമിലിയിൽ ഒരു ആരോ വന്നായിരുന്നു. കൊണ്ടുവന്നു ഇവൻ നല്ല ചെക്കൻ അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനക്ക് മാരേജ്. അങ്ങനെയായിട്ട് മാരേജ് അപ്പോൾ ഹീറോയിൻ്റെ ചേട്ടനക്ക് മാരേജ് അപ്പോൾ
അതിന് മാരേജ് തന്നെ എടുക്കും. ജങ്കുക്ക് വന്നായിരുന്നു. ജങ്കുക്കും പിന്നെ അങ്ങനെയായിട്ട് മാരേജ് നടക്കാൻ പോകുമ്പോൾ ജങ്കുക്കും ജങ്കുൻ്റെ അമ്മയും വന്നായിരുന്നു. നോക്കിയുണ്ടായിരുന്നു മാരേജ് നടക്കുന്നത്. അങ്ങനെ മാരേജ് ചെയ്യുന്നപ്പോൾ പെണ്ണും കാണുന്നില്ല ചെക്കനും കാണുന്നില്ല. രണ്ടുപേരും ഓടിപ്പോയെന്ന് അവരോട് പറയുമായിരുന്നു. അതേവർ രണ്ടുപേരും അങ്ങനെയായിട്ട് CCTV നോക്കുമ്പോൾ ആ പെണ്ണും ആ ചെക്കനും ഒക്കെ അതുണ്ടായിരുന്നു. അത് മാത്രമല്ല രണ്ടുപേരും ഓടിപ്പോയത് ഹീറോയിൻ മാരേജേക്ക് പോകുന്ന ചെക്കൻ. അതെ, രണ്ടുപേർ അങ്ങനെയായിട്ട് അറിയുമ്പോൾ അതിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ വേറെ. അങ്ങനെയായിട്ട് പറയുമ്പോൾ അതിലൊരു ഫ്രണ്ടിനെ പിടിച്ച് വെച്ച് കേൾക്കുമ്പോൾ അത് അവർ രണ്ടുപേരൊക്കെ ഓൾറെഡി മാരേജ് ആയിരുന്നു. അവർ ഹസ്ബൻഡ് വൈഫാണ്. അവരുടെ ഫാമിലി സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതെ ഹീറോ വൈക്ക് പറയുന്നു, കല്യാണം കഴിഞ്ഞ വേണ്ടി കൂടെ എനിക്ക് കല്യാണം കഴിപ്പിക്കുന്നത്. അതുമാത്രമല്ല എനിക്ക് ഓൾറെഡി ഇപ്പോൾ വൈഫുണ്ട്, ഡിവോഴ്സും ആയിട്ടുമില്ല, വീണ്ടും കല്യാണം കഴിപ്പിക്കുന്നത് അന്ന് ഹീറോ പറഞ്ഞായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായ പ്രശ്നമില്ല, അതുമാത്രമല്ല അവനിക്ക് വൈഫ് ഉണ്ടായിട്ടും എന്നെ കല്യാണം കഴിപ്പിക്കുന്നത്. ഹീറോ വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയെ എണിക്കാന്നൊക്കെയായിരുന്നു. ഹീറോയിനും അമ്മ പറയുന്നു സമാധാനമായിരിക്കും എന്ന്. അങ്ങനെ ബേബി വഴക്കൊക്കെ അറിയാൻ തുടങ്ങിയായിരുന്നു ഹീറോയുടെ അടുത്ത് പോകാൻ. പിന്നെ ജങ്കുക്കിനും അമ്മയെ കുറച്ച് ഇതായി. അതുകൊണ്ട് ഹീറോയിനും അമ്മി എന്താ ചെയ്യുക എന്നാചക ജങ്കുക്കും അമ്മി വന്ന് പറഞ്ഞു. അങ്ങനെ ജങ്കുക്കിനും അമ്മി വന്ന് ഇരുത്തി. അതുകൊണ്ട് അങ്ങനെയായിട്ട് പെണ്ണെന്ത് ചെയ്യുക എന്ന ആവശ്യമൊക്കെയായിരുന്നു. അങ്ങനെയായിട്ട് മിയാക്ക് മാരേജ് ചെയ്യിപ്പിക്കാതെ മിയയുടെ ഡാഡി വന്നായിരുന്നു. അതെ, മിയ പറഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു. മിയക്ക് അർജുനെ ഇഷ്ടമാണ്. മിയ പറഞ്ഞായിരുന്നു ശരി മോളാഗ്രഹത്തിൽ ഹീറോയിൻ്റെ മമ്മിയുടെ ഡാഡിനെ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് തയങ്ങിയായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് അങ്ങനെ പെണ്ണ് റെഡിയാക്കി രണ്ടുപേർക്കും മാരേജായി. അർജുനൊക്കെ ഷോക്കായിരുന്നു. എന്ത് കൊറിയകളാ എന്ന് വായോന്ന് രണ്ടുപേർക്കും മാരേജായി. അങ്ങനെ ഹീറോ റൂമിൽ വന്ന് അർജുനോട് പറയായിരുന്നു. അർജുനക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് അർജുൻ കൂടെ രണ്ടുപേരും ശരി മിയ ഫസ്റ്റിന് എല്ലാം കടിച്ചു, അതിനുശേഷം നമുക്ക് നോക്കിയോളാം പറഞ്ഞു. അങ്ങനെ മിയക്ക് ചേട്ടനുണ്ടായിരുന്നു. മിയയുടെ ചേട്ടൻ്റെ ബിസിനസ് നോക്കാൻ. മിയക്ക് എവിടെ വേണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എനിക്ക് വേറെ കൺട്രിയിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്ന് മിയ പറഞ്ഞായിരുന്നു. മിയക്ക് ഇവിടെ ഈ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. മിയക്ക് ഭയങ്കര ഐഡിയ ആയി ഇവിടെ തന്നെ ബിസിനസ് തുടങ്ങാം. അതിനായിട്ട് മിയ ഒരു പ്ലാനും ഡാഡിയുടെ മമ്മിയോട് പറഞ്ഞു.